നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയുടെ രംഗപ്രവേശം ഇതോടെ സാധ്യമായിരിക്കുകയാണ്. അതായത് കൊല്ലം വിജിലൻസ് കോടതി ഇഡിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമെന്നും ഈ കേസിൽ സമാന്തര അന്വേഷണം ഇഡിക്ക് നടത്താമെന്നും കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഇഡിക്ക് ഉടൻ കൈമാറണമെന്നും ഉത്തരവിട്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇഡിയുടെ ഈ ആവശ്യത്തെ എതിർത്തിരുന്നു. രേഖകൾ കൈമാറാൻ അവർ വിസമ്മതിച്ചിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുകയാണ് എന്നും ആ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഒരേ വിഷയത്തിൽ തന്നെ സമാന്തര അന്വേഷണം ആവശ്യമില്ല എന്നുമാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയിൽ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ആ നിലപാട് കോടതി തള്ളുകയാണ്. കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട് എന്ന് കോടതി തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. കേസിന്റെ രേഖകൾ കൈമാറാനും നിർദ്ദേശിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം കാര്യക്ഷമമായ ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ വളരെ അധികം സമയമെടുത്തു. കാരണം ആദ്യം ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് അന്വേഷിക്കുന്നു, ഒരു അധികാരവുമില്ലാത്ത ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് അന്വേഷിക്കുന്നു. അതിനുശേഷം ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുന്നു. അതിനുശേഷം അവർ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യുന്നു. ഇങ്ങനെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് പോലും ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ വലിയ കാലതാമസമുണ്ടായി. അതുകൊണ്ട് തന്നെ SIT അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ED ഈ കേസിൽ വിവരശേഖരണം നടത്തി തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. ആ വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് അന്വേഷണം തങ്ങൾ കൂടി നടത്തട്ടെ എന്ന ഒരു അനുമതിക്കായി ED കോടതിയെ സമീപിച്ചത്. കാരണം ED അവരുടെ ഇഷ്ടപ്രകാരം ആദ്യം തന്നെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരും ഇതുപോലെ തന്നെ SITയും ഒക്കെ കോടതിയിൽ പോയി അത് റദ്ദാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം വേണ്ട, ആദ്യമേ തന്നെ കോടതിയുടെ അനുമതിയോടുകൂടി അന്വേഷിക്കാം എന്ന ഒരു തന്ത്രമായിരിക്കാം ED പയറ്റിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED കോടതിയുടെ അനുമതി തേടിയത്. ഇനിയിപ്പോൾ EDക്ക് കൈവശമുള്ള വിവരങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന സാഹചര്യമുണ്ട്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കാം ED ഇപ്പോൾ രംഗപ്രവേശം ചെയ്യുന്നത്. ED ഇപ്പോൾ ഇതിൻ്റെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട വശം മാത്രമായിരിക്കും അന്വേഷിക്കുക. പക്ഷേ ഇതിൽ മറ്റൊരു വശം കൂടിയുണ്ട്, ക്രിമിനൽ പശ്ചാത്തലം കൂടിയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ CBIയും ഈ കേസിൽ വരാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ തെളിയുകയാണ്. ED അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഒരു പക്ഷേ CBI അന്വേഷണത്തിന് വഴിതെളിയും എന്ന കാര്യമാണ് അവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, ഈ ദില്ലിയിലെ മദ്യനയ കേസിലൊക്കെ അങ്ങനെ ഒരു ട്വിസ്റ്റ് ആ കേസിലുണ്ടായി. EDയും CBIയും ഒക്കെ അന്വേഷിക്കുന്ന സാഹചര്യമുണ്ടായി. മൾട്ടിപ്പിൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ കേസിലും അത്തരത്തിൽ വിവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. EDയുടെ അന്വേഷണത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും പ്രതികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് EDക്ക് പോകാൻ കഴിയും. ആ മേഖലയിൽ EDക്ക് വളരെ വിശാലമായ അധികാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ED അന്വേഷണത്തെ ഭയപ്പെടുന്നതും. നേരത്തെ സഹകരണ മേഖലയിലടക്കം നടത്തിയ തട്ടിപ്പിൽ CPM നേതാക്കളുടെ സ്വത്തുവകകൾ ED കണ്ടുകെട്ടിയത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ ഇപ്പോൾ CPIMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ A. പത്മകുമാറാണ് ഈ കേസിൽ അകത്ത് കിടക്കുന്നത്. മാത്രമല്ല N. വാസു CPIMൻ്റെ തന്നെ ഒരു നേതാവാണ്. അതോടൊപ്പം തന്നെ CPIMന് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. മുരാരി ബാബു അടക്കമുള്ള CPIMന് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കിടക്കുന്നത്. ഇവരുടെ എല്ലാം സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ, അതായത് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച പ്രതികളുടെ എല്ലാ സ്വത്തുവകകളും കണ്ടുകെട്ടാൻ കേന്ദ്ര സർക്കാർ പോകുന്നു, അതിന് മുന്നിട്ടിറങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് EDയുടെ ഈ പ്രത്യക്ഷപ്പെടലെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും CPMും ഈ കേസിൽ വലിയ രീതിയിൽ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ED ഇനി ചടുല നീക്കങ്ങളുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കൂടുതൽ CPM നേതാക്കൾ ഈ കേസിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, കാരണം കരുവന്നൂർ കേസിൽ നമ്മൾ കണ്ടതാണ്, കരുവന്നൂർ കേസിൽ ഏതാനും ചില 300-ലധികം കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് കണ്ടെത്തിയ കേസാണ്. ആ കേസിൽ ഒന്നോ രണ്ടോ ഈ സഹകരണ ബാങ്ക് ജീവനക്കാരെ, സഹകരണ വകുപ്പ് ജീവനക്കാരെ ഈ ഇട്ടുകൊടുത്തതിന് ശേഷം ആ കേസ് ക്ലോസ് ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ, സംസ്ഥാന പോലീസ്
ചെയ്തത്. പക്ഷേ ED-യുടെ വരവോടുകൂടി ഉന്നത CPIM നേതാക്കളിലേക്ക് വരെ അന്വേഷണമെത്തി. അവർക്കെതിരെ പോലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ED ഈ കേസിൽ ഫലപ്രദമായ മുന്നേറ്റം നടത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല, ഈ പറയുന്ന പ്രതികളെ ED കസ്റ്റഡിയിലെടുക്കും. ഇനിയിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ കസ്റ്റഡിയിലാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവുമെല്ലാം. കേന്ദ്രത്തിൻ്റെ പിടിവള്ളിയിലേക്ക് ശബരിമല കേസ് പോവുകയാണ്. CBI കൂടി എത്തിയാൽ സംസ്ഥാന സർക്കാരിൻ്റെ കൈവിട്ടു പോകും ഈ കേസ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കൃത്യമായി ഉന്നതങ്ങളിലേക്ക് അന്വേഷണം എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ തെളിയുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.